ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ളതാണ്. കോസസ് ഓഫ് റിഫോർമേഷൻ ആൻഡ് മാർട്ടിൻ ലൂതർ. എന്താണ് റിഫോർമേഷൻ? ഈ റിഫോർമേഷന്റെ വിജയത്തിനായി എന്തൊക്കെ സംഭാവനകളാണ് മാർട്ടിൻ ലൂതർ നൽകിയിട്ടുള്ളത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പഠന വിഷയം റിഫോർമേഷൻ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിഫോർമേഷൻ ഈസ് ദ നെയിം given to a group of religious movements of the 16th century launched by the Christians against the various drawbacks of the church and the objectionable practices of the clergymen. സഭയുടെ അഥവാ ക്രിസ്ത്യൻ സഭയുടെ വിവിധ പോരായ്മകൾക്കും പുരോഹിതരുടെ ആക്ഷേപകരമായ നടപടികൾക്കുമെതിരെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ആരംഭിച്ച 16-ാം നൂറ്റാണ്ടിലെ മതപ്രസ്ഥാനങ്ങൾക്ക് നൽകിയ പേരാണ് നവീകരണം എന്ന് പറയുന്നത്. The main target of these movements was the Pope, the highest authority in the Christian church hierarchy. ഈ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യം സഭാശ്രേണിയിലെ പരമോന്നത അധികാരിയായ മാർപ്പാപ്പ അഥവാ പോപ്പ് ആയിരുന്നു. These movements created a split in the Christian church between those who continued to remain loyal to the Pope at Rome and those who broke away from the church at Rome. The former were known as Roman Catholics and the later as Protestants. ഈ മതനവീകരണ പ്രസ്ഥാനം ക്രിസ്ത്യൻ സഭയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുകയുണ്ടായി. അതായത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഒന്ന്, റോമിലെ പോപ്പിനോട് അല്ലെങ്കിൽ മാർപ്പാപ്പയോട് വിശ്വസ്തത പുലർത്തുന്നവര്, മറ്റൊരു വിഭാഗക്കാര് റോമിലെ സഭയിൽ നിന്ന് പിരിഞ്ഞവരും. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ ഈ മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തുടർന്ന് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ആദ്യത്തെ വിഭാഗക്കാർ, അതായത് റോമിലെ പോപ്പിനോട് വിശ്വസ്തത പുലർത്തുന്ന വിഭാഗക്കാരെ റോമൻ കത്തോലിക്കർ എന്നും റോമിലെ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയവരെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു. The Reformation broke out in a number of countries like England, France, Germany, Czechoslovakia, Switzerland and Scotland. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ചെക്കോസ്ലവാക്യ, സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ് പോലുള്ള നിരവധി രാജ്യങ്ങളിൽ നവീകരണം പൊട്ടിപ്പുറപ്പെട്ടു. However, all Protestants did not share the same religious beliefs and rituals. എന്നിരുന്നാലും എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും ഒരേ മതവിശ്വാസങ്ങളും ആചാരങ്ങളും പങ്കുവച്ചില്ല. The Protestants of one country and those of another differed from each other in many ways. ഒരു രാജ്യത്തിലെ പ്രൊട്ടസ്റ്റന്റുകാരും മറ്റൊരു രാജ്യത്തിലെ പ്രൊട്ടസ്റ്റന്റുകാരും പരസ്പരം പല വിധത്തിൽ വ്യത്യാസപ്പെട്ടിരുന്നു. An extreme form of Protestantism was Calvinism. ഈ പ്രൊട്ടസ്റ്റാന്റിസത്തിന്റെ മറ്റൊരു എക്സ്ട്രീം രൂപമാണ്, ഫോമാണ് കാൽവിനിസം എന്ന് പറയുന്നത്. ഈ കാൽവിനിസത്തിന്റെ ഫൗണ്ടർ ജോൺ കാൽവിൻ ആണ്. ജോൺ കാൽവിൻ was a Protestant reformer in the 16th century. He was in Geneva during the Protestant Reformation. He was a French theologian. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് കാൽവിനിസം ആയിരുന്നു. സ്കോട്ട്ലൻഡിലെ പ്രെസ്ബൈറ്റേറിയനിസവും ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റാനിസവും ലാളിത്യം, കർശനത, ചെലവ് ചുരുക്കൽ എന്നിവയിൽ കാൽവിനിസത്തിന് സമാനമായിരുന്നു. Although these movements were originated by different people under different names, they are collectively termed as Reformation because they were aimed at reforming the then existing church.
വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത ആളുകൾ ഈ പ്രസ്ഥാനങ്ങളെ, ഈ മതനവീകരണ പ്രസ്ഥാനത്തെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവയെ ഒന്നിച്ച് ഒരൊറ്റ പേരിൽ റിഫോർമേഷൻ അല്ലെങ്കിൽ നവീകരണം എന്ന് വിളിക്കുന്നു. കാരണം ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ലക്ഷ്യം അന്നത്തെ സഭയെ പരിഷ്കരിക്കുക എന്നുള്ള ഒരു കോമൺ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ പൊതുവായ ഒരു ലക്ഷ്യം എയിം ആയിരുന്നു. കോസസ് ഓഫ് ദ റിഫോർമേഷൻ. റിഫോർമേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കിനി ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ പ്രാക്ടീസസ് ഓഫ് കാത്തലിക് ചർച്ച്. കത്തോലിക്ക സഭയുടെ ചട്ടങ്ങളോടുള്ള അസംതൃപ്തിയാണ് ഒന്നാമത്തെ കാരണം. The Catholic Church during the early medieval period had become a vast hierarchical organization headed by the Pope in Rome. മിഡീവൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വിശാലമായ ശ്രേണീബദ്ധമായ സംഘടനയായ കത്തോലിക്ക സഭ, ഒരു ഹയറാർക്കിക്കൽ ഓർഗനൈസേഷനായ കത്തോലിക്ക സഭ മുഴുവൻ റോമിലെ മാർപ്പാപ്പയുടെ അധികാരത്തിലും നേതൃത്വത്തിലുമുള്ളതായി മാറിയിരുന്നു. The Rome was the supreme authority over the entire hierarchy and he exercised. The Pope was the supreme authority over the entire hierarchy and he exercised this authority directly. മുഴുവൻ അധികാര ശ്രേണിയിലെയും പരമോന്നത അധികാരമായിരുന്നു മാർപ്പാപ്പ. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹൈറാർക്കിയിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് പോപ്പാണ്. അപ്പോൾ റോമിലെ പരമോന്നത അധികാരമായിരുന്നു മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എഫേർട്സ് വെയർ made to extend the authority of the church over everyone, high or low. പോപ്പ് തന്റെ അധികാരം നേരിട്ട് പ്രയോഗിച്ചു. ഉയർന്നതോ താഴ്ന്നതോ ആയ എല്ലാവരുടെയും മേൽ സഭയുടെ അധികാരം വ്യാപിപ്പിക്കുന്നതിന് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. But during the 14th century, people became dissatisfied with some of the church practices and this dissatisfaction paved the way for reformation. എന്നാൽ 14ാം നൂറ്റാണ്ടിൽ ആളുകൾ സഭയുടെ ചില നടപടികളിൽ അസംതൃപ്തരായി. ഈ അസംതൃപ്തി നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ റിഫോർമേഷനിലേക്ക് നയിച്ചു. ഏതൊക്കെ സഭാ നടപടികളാണ് റിഫോർമേഷനിലേക്ക് നയിക്കപ്പെട്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, സാമ്പത്തിക കാരണങ്ങൾ. ഇൻ ദ മിഡിൽ ഏജസ് ദ ചർച്ച് ഹാഡ് വാസ്റ്റ് പ്രോപ്പർട്ടീസ് വിച്ച് ഗവ് ആംപിൾ ഇൻകം ടു ദ ചർച്ച്. മധ്യകാലഘട്ടത്തിൽ സഭയ്ക്ക് വിശാലമായ ഭൂസ്വത്ത്, പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നു. ഇവ സഭയ്ക്ക് മതിയായ വരുമാനം നേടിക്കൊടുത്തു. Besides, 1/10 of the income of a person was given to the church. അപ്പൊ ഇത് കൂടാതെ, ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം കൂടാതെ ഒരു വ്യക്തിയുടെ, അതായത് സഭയിലെ മെമ്പറായിട്ടുള്ള വ്യക്തികളുടെ വരുമാനത്തിന്റെ 1/10 സഭയ്ക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് കാൾഡ് ടെയ്ത്. അതിനെ ടെയ്ത് എന്നാണ് പേരിട്ട് വിളിക്കുക. അതായത് 1/10 ഓഫ് ദി ഇൻകം ഓഫ് എ പേഴ്സൺ വാസ് ഗിവൺ ടു ദി ചർച്ച് ആൻഡ് ദിസ് വാസ് കാൾഡ് as the tithe. In addition to this, the clergy collected another sum called Peter's pence from the people. ഇതിനു പുറമെ, അതായത് tithe എന്ന് പറയുന്ന ഈ തുകയ്ക്ക് പുറമെ പുരോഹിതന്മാർ ജനങ്ങളിൽ നിന്ന് പീറ്റേഴ്സ് പെൻസ് എന്ന മറ്റൊരു തുക കൂടി ശേഖരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു മധ്യകാലഘട്ടത്തിൽ. Pope Leo X wanted to build St. Peter's Church, so he issued pardon certificates called indulgences to those who gave money to build the church. സെന്റ് പീറ്റേഴ്സ് പള്ളി പണിയാൻ ലിയോ 10 മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു.
അതിനുവേണ്ടി അദ്ദേഹം പള്ളി പണിയാൻ പണം നൽകിയവർക്ക് പാപമോചന സർട്ടിഫിക്കറ്റ് അഥവാ ഇൻഡൽജൻസസ് എന്ന പേരിൽ ഒരു സർട്ടിഫിക്കറ്റ്, അതിനെ പാപമോചന സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റുകൾ പണം വാങ്ങിച്ചുകൊണ്ട് പോപ്പ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. Indulgences were letters which remitted punishments of the sinners who bought them both in this life and after their death. അപ്പൊ ഈ ജീവിതത്തിലും മരണശേഷവും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, പാപമോചന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന പാപികളുടെ ശിക്ഷകൾ അയവ് ചെയ്തുകൊണ്ടുള്ള കത്തുകളായിരുന്നു ഈ പറയുന്ന ഇൻഡൽജൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. നോർമലി the priest imposed a penance or punishment on a person who had sinned, and he was required to perform a special service or make a pilgrimage to a holy place. സാധാരണഗതിയിൽ പുരോഹിതന്മാർ പാപം ചെയ്ത ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഒരു പ്രായശ്ചിത്ത കർമ്മമോ അല്ലെങ്കിൽ ശിക്ഷയോ ചുമത്തുകയോ അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക സേവനം ചെയ്യാനോ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്താനോ ആവശ്യപ്പെടുകയായിരുന്നു പതിവ്. ബട്ട് നൗ ദേ കുഡ് ബി ഫ്രീഡ് ഫ്രം ഡൂയിങ് പെനൻസ് ഫോർ ദെയർ സിൻസ് ബൈ ബൈയിങ് എ ലെറ്റർ ഓഫ് ഇൻഡൽജൻസ്. എന്നാൽ ഇപ്പോൾ ഒരു കത്ത്, അതായത് പാഡൻ സർട്ടിഫിക്കറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കത്ത്, ഇൻഡൽജൻസസ് എന്ന ഈ കത്ത് പണം കൊടുത്തു വാങ്ങി അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് പുതിയതായിട്ട് ഉണ്ടായി വന്നതെന്നുള്ളത്. ചർച്ചിൽ ഉണ്ടായ ഒരു പുതിയ നടപടിക്രമം. Finally, the church offices were given to the highest bidder. അതുപോലെ തന്നെ ചർച്ചിലെ ഔദ്യോഗിക പദവികൾ പലതും ഏറ്റവും കൂടുതൽ പണം നൽകി അത് വാങ്ങുന്നയാൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. ദിസ് പ്രാക്ടീസ് കെയിം ടു ബി നോൺ ആസ് സിമണി. അതിനെ അറിയപ്പെടുന്നത് സിമണി എന്നാണ്. അതായത് ദ ചർച്ച് ഓഫീസസ് വെയർ ഗിവൺ ടു ദ ഹയസ്റ്റ് ബിഡർ. ഏറ്റവും കൂടുതൽ പണം നൽകി അത് സ്വന്തമാക്കുന്ന ആൾക്ക് ചർച്ച് ഓഫീസ്, അതായത് ചർച്ചിലെ ഒരു പദവി ലഭിക്കുമെന്നുള്ളതാണ്. അതിനെയാണ് സിമണി എന്ന് പറയുന്നത്. ഓൾ ദീസ് പ്രാക്ടീസസ് അനോയ്ഡ് ദ റൂളേഴ്സ് ആസ് വെൽ ആസ് ദി കോമൺ പീപ്പിൾ. ഈ സമ്പ്രദായങ്ങൾ, ഈ ആചാരങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ തന്നെ ഭരണാധികാരികളെയും സാധാരണക്കാരെയും ഒരുപോലെ അലോസരപ്പെടുത്തുകയുണ്ടായി. അടുത്തത് കറപ്ഷൻ ഇൻ ദി ചർച്ച്, അല്ലെങ്കിൽ സഭയിലെ അഴിമതി. In the beginning, the clergy led an exemplary life and commanded great respect in the society. But with the passage of time, moral decay crept into some areas in the functioning of the church. Some of the clergymen lacked proper education, and some lived in luxury and neglected their religious duties. തുടക്കത്തിൽ പുരോഹിതന്മാർ വളരെ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കുകയും സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ചില മേഖലകളിൽ സഭയുടെ പ്രവർത്തനത്തിൽ ധാർമ്മികമായ അപജയം ഉണ്ടായി. ചില വൈദികർക്ക് ശരിയായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ചിലർ ആഡംബര ജീവിതം നയിക്കുകയും അവരുടെ മതപരമായ കടമകൾ മറക്കുകയും ചെയ്തു. The priest promised salvation in exchange for fees. ഫീസിന് പകരമായി പുരോഹിതന്മാർ മോക്ഷം വാഗ്ദാനം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പണം വാങ്ങിക്കൊണ്ട് സാൽവേഷൻ നൽകാം, അല്ലെങ്കിൽ മോക്ഷം നൽകാം എന്നുള്ള ഒരു പ്രോമിസ്. They could pronounce a marriage lawful or unlawful. അവർക്ക് ഒരു വിവാഹ ഉടമ്പടി നിയമപരമോ നിയമവിരുദ്ധമോ ആണെന്ന് പ്രഖ്യാപിക്കാനും സാധിക്കുമായിരുന്നു. ഇൻഫാക്ട് there were fees for every transaction in life from birth to death,
feast for the peace of the soul and feast for the souls of the people who died long ago. വാസ്തവത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ജനങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഫീസ് ഉണ്ടായിരുന്നു. ആത്മാവിന്റെ ശാന്തിക്കായിട്ട് ഫീസ്, കാലങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾക്കുള്ള ഫീസ് എന്നിങ്ങനെ. These practices were severely criticized and opposed by the people. ഈ രീതികളെ ജനങ്ങൾ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. Erasmus exposed them in his book named In Prayer of Folly and prepared the ground for the Reformation movement. In Prayer of Folly എന്ന് നാമകരണം ചെയ്ത തന്റെ പുസ്തകത്തിൽ ഇറാസ്മസ് ഒരു ഡച്ച് തത്വചിന്തകനും ക്രിസ്തീയ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഈ അനാചാരങ്ങൾ തുറന്നുകാട്ടുകയും നവീകരണ പ്രസ്ഥാനത്തിന് കളമൊരുക്കുകയും ചെയ്തു. അടുത്ത കോഴ്സ് റൂളേഴ്സ് റിസൺമെന്റ് ആണ്, ഭരണാധികാരികളുടെ നീരസം. പോപ്സ് ഇന്റർഫറൻസ് ഇൻ ദ പൊളിറ്റിക്കൽ അഫയേഴ്സ് വാസ് നാച്ചുറലി ഒപ്പോസ്ഡ് ബൈ ദി കിങ്സ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ മാർപ്പാപ്പ നടത്തുന്ന ഇടപെടലുകളെ സ്വാഭാവികമായിട്ടും രാജാക്കന്മാർ എതിർത്തിരുന്നു. They strongly supported the Reformation movement in order to weaken the church. അവർ സ്വാഭാവികമായിട്ടും സഭയെ ദുർബലപ്പെടുത്തുന്നതിനായി നവീകരണ പ്രസ്ഥാനത്തെ ശക്തമായി പിന്തുണച്ചു. As early as the 13th century, the rulers of Europe had quarreled with the popes over the royal right to tax the church property. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ യൂറോപ്പിലെ ഭരണാധികാരികൾ സഭയുടെ സ്വത്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള രാജാവിന്റെ അവകാശത്തെ ചൊല്ലി പോപ്പുമാരുമായിട്ട് കലഹിച്ചിരുന്നു. ആൻഡ് ദ റൈവൽറി എൻഡഡ് ഇൻ ദി ഡിഫീറ്റ് ഓഫ് ദി പേപ്പസി. ഈ രാജാവും പോപ്പും തമ്മിലുള്ള ഈ ഒരു മത്സരം അവസാനിച്ചത് മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ പോപ്പിന്റെ പരാജയത്തിൽ ആയിരുന്നു. The French king Philip IV had forced Pope Clement V to leave his headquarters at Rome in 1309 and stay in Avignon in France when the latter interfered in the former's political affairs. ഫ്രാൻസിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളിൽ പോപ്പിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ 1309 ഫ്രഞ്ച് രാജാവ് ഫിലിപ്പ് നാലാമൻ റോമിലെ ആസ്ഥാനം വിട്ട് ഫ്രാൻസിലെ അവിഗ്നനിൽ വന്ന് താമസിക്കാൻ ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പയെ നിർബന്ധിച്ചു. കിങ് ഹെൻറി VIII ഓഫ് ഇംഗ്ലണ്ട് ഹാർഡ്ലി കെയർഡ് ഫോർ ദ പോപ്പ്. ഇംഗ്ലണ്ടിലെ ഹെൻറി VIII രാജാവ് മാർപ്പാപ്പയ്ക്ക് വലിയ പരിഗണനയൊന്നും നൽകുകയുണ്ടായിരുന്നില്ല. He got the church lands and in 1536 passed an act for the dissolution of monasteries. അപ്പോൾ പോപ്പിന് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന് മാത്രമല്ല, ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി VIII പള്ളിവക ഭൂമികൾ പിടിച്ചെടുക്കുകയും സന്യാസ മഠങ്ങൾ അല്ലെങ്കിൽ മൊണാസ്ട്രീസ് പിരിച്ചുവിട്ടുകൊണ്ട് 1536 ഒരു നിയമം പാസാക്കുകയും ചെയ്യുകയുണ്ടായി. അടുത്തത് മൂവ്മെന്റ്സ് എഗൻസ്റ്റ് ദി ചർച്ച്, സഭയ്ക്ക് എതിരായ നീക്കങ്ങൾ. ആന്റി ചർച്ച് മൂവ്മെന്റ്സ് ബിഗാൻ ഇൻ യൂറോപ്പ് ഇൻ ദി മിഡിൽ ഏജസ്. These movements directed their attacks on the wrongdoings of the church. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഈ പ്രസ്ഥാനങ്ങൾ സഭയുടെ തെറ്റുകൾക്കെതിരായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. ജോൺ വൈക്ലിഫ്, an English priest and Oxford professor, criticized the worldliness of the church and some of its practices. He laid emphasis on the Bible as the sole guide for salvation. The church ordered his expulsion from the Oxford University where he was teaching. This created dissatisfaction among the scholars.
ഇംഗ്ലീഷ് പുരോഹിതനും ഓക്സ്ഫോർഡ് പ്രൊഫസറുമായ ജോൺ വൈക്ലിഫ് സഭയുടെ ലൗകികതയെയും അതിന്റെ ചില നടപടികളെയും നിശിതമായി വിമർശിച്ചു. മോക്ഷത്തിലേക്കുള്ള ഏക വഴികാട്ടിയായി അല്ലെങ്കിൽ രക്ഷയായി അദ്ദേഹം ബൈബിളിന് പ്രാധാന്യം നൽകി. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ഇതിന്റെ ഫലമായി സഭ ഉത്തരവിടുകയുണ്ടായി. സഭയുടെ ഈ ഒരു നടപടി പണ്ഡിതന്മാർക്കിടയിൽ വലിയ അസംതൃപ്തി സൃഷ്ടിച്ചു. ഇമ്മീഡിയറ്റ് കോസ് അല്ലെങ്കിൽ റിഫോർമേഷനുള്ള പെട്ടെന്നുള്ള റീസൺ കാരണം എന്തായിരുന്നു നോക്കാം. ലോങ് ബിഫോർ ദ ഓപ്പൺ ബ്രീച്ച് വിത്ത് റോം there had been some cases of protest against the power of the Pope. ഒരു തുറന്ന പോരാട്ടം പോപ്പിനോട് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സഭയുടെ നടപടികൾക്കെതിരെ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ റോമിൽ മാർപ്പാപ്പയുടെ അധികാരത്തിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ദീസ് മൈനർ റിവോൾട്ട്സ് വെയർ ക്രഷ്ഡ് വിത്ത് എ ഹെവി ഹാൻഡ്. എന്നാൽ അത്തരം ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ, കലാപങ്ങളൊക്കെ തന്നെ പോപ്പ് തന്റെ അധികാരം കൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്തിരുന്നത്. സോ ദ ഏർലി റിഫോമേഴ്സ് മെറ്റ് വിത്ത് ഫെയിലുവർ. അതിനാൽ ആദ്യകാല പരിഷ്കർത്താക്കൾ ഒക്കെ തന്നെ പരാജയപ്പെട്ടു. ഒരു ജർമ്മൻ പുരോഹിതൻ മാർട്ടിൻ ലൂതർ ഈ വെല്ലുവിളി സ്വീകരിക്കുകയും സഭയിലെ ദുരാചാരങ്ങൾക്കും അന്യായങ്ങൾക്കും പോപ്പിന്റെ അധികാരത്തിനുമെതിരെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ഇതായിരുന്നു മതനവീകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച ഇമ്മീഡിയറ്റ് കോസ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് റീസൺ, ന്യൂ ലേണിംഗ്. The spread of new learning and spirit of enquiry was developed by Renaissance scholars. പുതുജ്ഞാനോദയവും അന്വേഷണാത്മകതയും വളർത്തിയതും വ്യാപിപ്പിച്ചതും നവോത്ഥാന പണ്ഡിതന്മാരാണ്. The invention of the printing press and the printing of the Bible in vernacular languages brought a new outlook among laymen. പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തവും ബൈബിൾ നാട്ടുഭാഷകളിൽ അച്ചടിച്ചതും സാധാരണ ജനങ്ങളിൽ ഒരു പുതിയ കാഴ്ചപ്പാട് വളർത്തുകയുണ്ടായി. The Renaissance encouraged a spirit of inquiry, developed a critical attitude and broadened the mental outlook of man. നവോത്ഥാനം ജനങ്ങളിൽ അന്വേഷണത്വരയും വിമർശനാത്മക മനോഭാവവും ഉടലെടുക്കാൻ പ്രേരകമാവുകയും മനുഷ്യന്റെ മാനസികമായിട്ടുള്ള കാഴ്ചപ്പാടിനെ വിശാലമാക്കി തീർക്കുകയും ചെയ്തു. The people then began to question everything, including the authority of the Pope. ജനങ്ങൾ മാർപ്പാപ്പയുടെ അധികാരമുൾപ്പെടെ എല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി. They criticized the church practices, rituals and the lifestyles of some of the clergymen. സഭയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ തന്നെ ചില പുരോഹിതന്മാരുടെ ജീവിത ശൈലിയെയും അവർ വിമർശിച്ചു. ന്യൂ ലേണിംഗ് ലെഡ് ടു എ സെക്യുലർ ഔട്ട്ലുക്ക് എമംഗ് ദി പീപ്പിൾ. ന്യൂ ലേണിംഗ് ജനങ്ങൾക്കിടയിൽ ഒരു മതേതര വീക്ഷണം ഉടലെടുക്കുന്നതിലേക്ക് നയിച്ചു. നോബിൾസ് ആൻഡ് മർച്ചന്റ്സ് വെയർ ജലസ് ഓഫ് ദ വെൽത്ത് ഓഫ് ദി ചർച്ച്. പ്രഭുക്കന്മാരും വ്യാപാരികളും സഭയുടെ സ്വത്തിൽ അസൂയപ്പെട്ടിരുന്നു. The common people in Europe looked upon the church taxes with contempt. യൂറോപ്പിലെ സാധാരണ ജനങ്ങൾ സഭയുടെ നികുതികളെ വളരെ നിന്ദയോടെ നോക്കിക്കണ്ടു. The changing attitude of the people towards the church led to the growth of secular ideas. സഭയോടുള്ള ജനങ്ങളുടെ മാറുന്ന മനോഭാവം മതേതര ആശയങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. ഇനി മാർട്ടിൻ ലൂതർ ഈ റിഫോർമേഷന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ കാണുന്ന ചിത്രം അദ്ദേഹം വിറ്റൻബർഗിലെ പള്ളിയുടെ വാതിലിൽ തൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് 95 തീസിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അത്
ആണിയടിച്ച് വെക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് എന്തൊക്കെയാണ് മാർട്ടിൻ ലൂതറുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് നോക്കാം. In the second quarter of the 16th century, Martin Luther, a German clergyman and professor of theology at the University of Wittenberg, openly criticized papacy. 16-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ ജർമ്മൻ പുരോഹിതനും വിറ്റൻബർഗ് സർവകലാശാലയിലെ ദൈവശാസ്ത്ര പ്രൊഫസറുമായ മാർട്ടിൻ ലൂതർ മാർപ്പാപ്പയെ പരസ്യമായി വിമർശിക്കുകയുണ്ടായി. He accused the church for the sale of indulgences. സെയിൽ ഓഫ് ഇൻ്റലിജൻസസിനെതിരെ അദ്ദേഹം സഭയെ കുറ്റപ്പെടുത്തി. In 1517, Luther wrote 95 theses or statements dealing with the difference between the beliefs and practices of the church and nailed them on the church door at Wittenberg. 1517 മാർട്ടിൻ ലൂതർ സഭയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് 95 പ്രസ്താവനകൾ എഴുതി വിറ്റൻബർഗിലെ പള്ളിയുടെ വാതിലിൽ തറച്ചു. Earlier in 1512, he undertook a pilgrimage to Rome and found that some of the clergymen were living a luxurious life. മുൻപ് 1512 അദ്ദേഹം റോമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയ സമയത്ത് ചില പുരോഹിതന്മാരുടെ ആഡംബര ജീവിതം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ദിസ് മെയ്ഡ് ഹിം എ സ്ട്രോങ് ഒപ്പണന്റ് ഓഫ് ദി ചർച്ച്. ഇത് അദ്ദേഹത്തെ സഭയുടെ ശക്തമായ ഒരു എതിരാളിയാക്കി മാറ്റി. The Holy Roman Emperor Charles V, upon request by the Pope, asked Luther to defend his case before a grand diet held at Worms, known as the Diet of Worms, consisting of Council of Princes and high dignitaries in 1521. 1521 പോപ്പിന്റെ ആവശ്യപ്രകാരം റോമൻ ചക്രവർത്തിയായ ചാൾസ് അഞ്ചാമൻ വോംസിൽ വെച്ച് നടന്ന പ്രഭുക്കന്മാരുടെയും പ്രിൻസസിന്റെയും കൗൺസിലിൽ, അതായത് അതിനെ ഗ്രാൻഡ് ഡയറ്റ് എന്ന് വിളിക്കും, ഗ്രാൻഡ് ഡയറ്റിൽ മാർട്ടിൻ ലൂതറിനോട് തന്റെ സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ലൂതറിന്റെ രചനകളും മറ്റു കൃതികളുമൊക്കെ കത്തിച്ചു കളയാനും ലൂതറിനെ സഭയിൽ നിന്ന് പുറത്താക്കുവാനും ഡയറ്റ് ഉത്തരവിടുകയുണ്ടായി. The Diet ordered that Luther's writings be burned and Luther be outlawed. But Luther had the support of German rulers and so no harm was done to him. പക്ഷേ മാർട്ടിൻ ലൂതറിന് ജർമ്മൻ ഭരണാധികാരികളുടെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും എടുക്കുകയുണ്ടായില്ല, അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള നടപടികളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ദിസ് മൂവ്മെന്റ് സൂൺ കെയിം ടു ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്. ഈ പ്രസ്ഥാനത്തെ താമസിയാതെ ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന് എന്നറിയപ്പെടുകയുണ്ടായി. Luther devoted his time translating the Bible into German and set up an independent church. ലൂതർ ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കുകയും ചെയ്തു. Luther traveled extensively to different parts of Europe, Germany, Norway, Sweden and Denmark. ലൂതർ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ജർമ്മനി, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി. ദ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഫൗണ്ട് വൈഡ് അക്സെപ്റ്റൻസ്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന് വളരെ വ്യാപകമായ സ്വീകാര്യത ലഭിക്കുകയുണ്ടായി. ലൂതറാനിസം was recognized as a legal form of Christianity by a treaty known as the Peace of Augsburg in 1555, 9 years after the death of Luther. മാർട്ടിൻ ലൂതറിന്റെ മരണത്തിന് 9 വർഷത്തിന് ശേഷം 1555
ദ പീസ് ഓഫ് ഓക്സ്ബർഗ് എന്ന ട്രീറ്റി അല്ലെങ്കിൽ കരാർ പ്രകാരം ലൂതറാനിസത്തെ ക്രിസ്തുമതത്തിന്റെ ലീഗലായിട്ടുള്ള നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു രൂപമായി പരക്കെ അംഗീകരിക്കുകയുണ്ടായി. This treaty was signed between the Schmalkaldic League. Schmalkaldic League formed by Luther and some German princes and the Roman Catholic Church after a long civil war. അപ്പോൾ ലൂതറാനിസത്തെ ക്രിസ്തുമതത്തിന്റെ ഒരു ലീഗൽ ഫോമായിട്ട് അംഗീകരിക്കാൻ കാരണമായ ഈ ഒരു ട്രീറ്റി, ദ പീസ് ഓഫ് ഓക്സ്ബർഗ് എന്ന ഈ കരാറ് നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ലൂതറും ചില ജർമ്മൻ രാജകുമാരന്മാരും ചേർന്ന് രൂപീകരിച്ച ഷ്മൽക്കാൾഡിക് ലീഗും റോമൻ കത്തോലിക്ക സഭയും തമ്മിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. In Germany, the southern states continued to remain loyal to the Catholic Church, whereas the northern state accepted Lutheranism. ജർമ്മനിയിൽ തെക്കൻ സംസ്ഥാനങ്ങൾ കത്തോലിക്ക സഭയോട് വിശ്വസ്തത പുലർത്തിയപ്പോൾ അല്ലെങ്കിൽ കത്തോലിക്കരായി തുടർന്നപ്പോൾ വടക്കൻ സംസ്ഥാനങ്ങൾ ലൂതറാനിസം അവരുടെ റിലീജിയനായിട്ട് സ്വീകരിച്ചു. അപ്പോൾ ഇൻ ഷോർട്ട്, റിഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റിഫോർമേഷൻ വാസ് ദി 16th century മൂവ്മെന്റ് ഇൻ യൂറോപ്പ് ടു റിഫോം ദി ചർച്ച്. അപ്പോൾ റിഫോർമേഷൻ എന്ന ടോപ്പിക്കിൽ അതിൻ്റെ കാരണങ്ങൾ മാത്രമാണ്, അതിൻ്റെ കോസസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറിൻ്റെ കോൺട്രിബ്യൂഷൻസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ബാക്കി എന്തൊക്കെയാണ് ഈ റിഫോർമേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള റിസൾട്ട്സ് എന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം.